ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു തസ്തികയെ പറ്റി നിങ്ങളോട് സംസാരിക്കാനാണ്. ഈ ഒരു തസ്തികയെ പറ്റി പറയുകയാണെങ്കിൽ കേരള ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നൊരു പോസ്റ്റാണ്. ഒരു ഡിഗ്രി ലെവൽ തസ്തികയാണ്. ഈ ഒരു പോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ക്ഷീര മേഖലയിൽ വികസനം കൊണ്ടുവരിക, ഗവൺമെൻറ് നയങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക, ഒപ്പം തന്നെ ക്ഷീര ഡെവലപ്മെൻറ്റിൽ കർഷകർക്ക് നേരിട്ടുള്ള എയ്ഡ് ആൻഡ് അഡ്വൈസ് കൊടുക്കുക തുടങ്ങിയ വളരെ വലിയ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു പോസ്റ്റാണ്. നിങ്ങൾക്ക് ഫീൽഡിൽ ചിലപ്പോൾ പോകേണ്ടി വരും. അതുപോലെ തന്നെ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പലപ്പോഴും ഒരു ബ്ലോക്ക് തലത്തിലാണ് നിങ്ങളുടെ നിയമനങ്ങൾ വരുന്നത്. അതിന് കീഴിലുള്ള വ്യത്യസ്തങ്ങളുടെ ക്ഷീര സംഘങ്ങൾ, ക്ഷീര കർഷകർ, ഇവരുടെയൊക്കെ വെൽഫെയർ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ക്ഷീര മേഖലയുടെ സമഗ്രമായ വികസനവും ഒക്കെ തന്നെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നത്. നിങ്ങളുടെ ജോലിയും ഇതേ മേഖലയിൽ തന്നെയാണ് വരുന്നത്. ഇതിൽ തന്നെ LD ക്ലർക്ക് പോലുള്ള തസ്തികയ്ക്ക് മുകളിൽ വരുന്ന ഒരു പോസ്റ്റാണ് ഈ ഒരു തസ്തിക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടർ കൂടി ഉണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. അപ്പം ഈ ഒരു എക്സാമിനേഷൻ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ലെവലുള്ള എക്സാമിനേഷൻ ആണ്. അത്യാവശ്യം നല്ല സാലറി കിട്ടുന്ന, അതായത് ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റിന് കിട്ടുന്ന മതിയായ സാലറി കിട്ടുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. ഇപ്പം ഈ ഒരു പോസ്റ്റിന് ഇപ്പോൾ തന്നെ തയ്യാറെടുത്ത് തുടങ്ങേണ്ടതുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ വ്യക്തമായിട്ട് പറയാം എന്തുകൊണ്ടാണ് എന്ന്. തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നമ്മൾ തയ്യാറെടുത്ത് തുടങ്ങണം. അപ്പോൾ ഇതിൻ്റെ അവസാനം എക്സാമിനേഷൻ നടന്ന വിശദവിവരങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ അനാലിസിസ് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഇവിടെ അവസാനമായിട്ട് ഈ എക്സാമിനേഷൻ നടക്കുന്നത് 691/2022 എന്ന കാറ്റഗറി നമ്പറിൽ നോട്ടിഫിക്കേഷൻ വന്ന പ്രകാരമാണ്. അങ്ങനെ ഈ ഒരു എക്സാമിനേഷൻ വന്നപ്പോൾ അന്ന് ഈ ഒരു പോസ്റ്റിലേക്ക് വിളിച്ചിരുന്ന യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ പ്ലസ് ടുവിന് നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഒന്നുകിൽ മാത്സോട് കൂടിയ സയൻസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ബയോളജി സയൻസ് പാസ്സായിരിക്കണം. ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഉണ്ടായിരിക്കണം എന്നതായിരുന്നു ഈ ഒരു പോസ്റ്റിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത. ഒന്നുകൂടി പറയാം, അതായത് പ്ലസ് ടുവിന് നിങ്ങൾ സയൻസ് എടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണ്, മാത്തമാറ്റിക്സ് അല്ലെന്നുണ്ടെങ്കിൽ ബയോളജിയോട് കൂടിയ ഒരു സയൻസ് എടുത്തിട്ടുള്ള വിദ്യാർത്ഥിയാണ്. അതിനുശേഷം നിങ്ങൾ ഡിഗ്രി പാസ്സായിരിക്കുന്ന ഏത് സ്ട്രീമിലാണെങ്കിലും നിങ്ങൾക്ക് ഈ പോസ്റ്റിൽ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു വലിയ ഒരു ഡെഡ് ലോക്ക് കിടപ്പുണ്ട്. അതായത് ഡിഗ്രിക്കാർക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഡിഗ്രി പ്ലസ് ടുവിന് മാത്സും ബയോളജിയും എടുത്ത ഒരാൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അതായത് ഐദർ മാത്സ് അല്ലെങ്കിൽ ഐദർ ബയോളജി. ഇനിയും പ്ലസ് ടുവിന് ഇത് രണ്ടും ഉണ്ട്, ഡിഗ്രി ഇല്ലെങ്കിൽ അവർക്ക് അപേക്ഷിക്കാനും പറ്റത്തില്ല. അങ്ങനെ ഒരു സവിശേഷ സാഹചര്യമുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ മത്സരത്തിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ധാരാളം ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഏതാണ്ട് ഒരു വലിയ ഒരു സ്പാൻ ഓഫ് ടൈമിൽ കേരളത്തിലെ സയൻസ് ഒരു വലിയ ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അപ്പം ബിടെക്കുകാർക്ക് മുഴുവൻ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ മറ്റേതെങ്കിലും സ്ട്രീമിലേക്ക് പോയവർക്കൊക്കെ എഴുതാൻ പറ്റും. നോർമൽ BSc-കാർക്ക് എഴുതാൻ പറ്റും, BA-കാർക്ക് എഴുതാൻ പറ്റും, അതുപോലെ തന്നെ BCom-കാർക്ക് എഴുതാൻ പറ്റും. ഇവരൊക്കെ എപ്പോഴെങ്കിലും പ്ലസ് ടുവിന് സയൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സാം എഴുതാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പോൾ മത്സരത്തിൻ്റെ ലെവല് കുറച്ച് കൂടുതലാണ്. എന്നാൽ ഈ പരീക്ഷയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഈ ഒരു സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പഠിച്ചാൽ എളുപ്പം കിട്ടാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ്. ഇനി എന്തുകൊണ്ടാണ് ഇത് പഠിക്കേണ്ടുന്ന ഇമ്പോർട്ടൻസ് എന്ന് ചോദിക്കാം. ഇതിൻ്റെ സാലറി സ്കെയിലാണ് 35,600 തുടങ്ങി 75,400 എന്ന ബേസിക് സാലറി സ്കെയിൽ തുടങ്ങുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ സർവീസിൽ കയറുന്ന സമയത്ത് ഇനിഷ്യൽ പേ ഇതാണെങ്കിലും ഗ്രാജുവലി ഇത് വളരെയധികം കൂടും എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രായപരിധി അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 19 വയസ്സ് മുതൽ 36 വയസ്സായിരുന്നു. ഇപ്പോൾ അത് 40 വയസ്സായിട്ട് PSC മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 40 വയസ്സ് വരെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. പ്ലസ് ഇതിനകത്ത് ഒരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OBC SC/ST വിഭാഗങ്ങൾക്ക് 3/5 വീതം ഇളവ് ലഭിക്കും. അപ്പോൾ ഇത്രയും പ്രായപരിധിക്കുള്ളിൽ എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ നേരത്തെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തവർക്ക് കൃത്യമായ ധാരണയുള്ളവർ ഈ ഒരു എക്സാമിനേഷൻ ലക്ഷ്യം വെച്ച് തന്നെ പഠിക്കുന്നുണ്ടാവും. കാരണം നിലവിൽ PSC-യുടെ രീതി എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷം എന്ന് നിജപ്പെടുത്തിയിട്ട് ഈ ഒരു കാലാവധി തീരുമ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്ന ഒരു പ്രവണതയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ PSC എക്സാം നടത്തും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇനിയും എവിടെയൊക്കെ പോകുമ്പോൾ നമ്മളിവിടെ നോക്കുകയാണ്, കാറ്റഗറി നമ്പർ 691/2022 എന്ന് പറഞ്ഞ എക്സാം ഒക്കെ നടത്തിയതിൻ്റെ DOE നിലവിൽ വന്നതോടെ വ്യക്തമായിട്ട് കാണാം 5/12/2024 അതായത് 12-ാം മാസത്തിൽ 2024 12-ാം മാസം 5-ാം തീയതി ഈ റാങ്ക് ലിസ്റ്റ് വന്ന സ്ഥിതിക്ക് ഇനി ഇതിൻ്റെ കാലാവധി 3 വർഷമാണ്. അതായത് ഈ വർഷം 2026 5/12 ഇതിൻ്റെ കാലാവധി തീരും. അതിൻ്റെ പിറ്റേ ദിവസം മുതൽ പുതിയ എക്സാമിനേഷൻ നടത്തിയ ഒരു റാങ്ക് ലിസ്റ്റ് വരേണ്ടതുണ്ട്. അതായത് ഈ വർഷം അവസാനത്തോടുകൂടി പുതിയൊരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടത് കൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ കേരള PSC എപ്പോൾ വേണ്ടേലും ഈ വിളിയിൽ വിടാം എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. അപ്പോൾ നിലവിലെ PSC-യുടെ രീതി അനുസരിച്ച് ഈ ഒരു സമയത്തേക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ PSC-ക്ക് വളരെ പെട്ടെന്ന് എക്സാമിനേഷൻ നടത്തേണ്ടി വരും.
അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ തയ്യാറെടുത്ത് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എളുപ്പമായിരിക്കില്ല. എളുപ്പമായിരുന്നു എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതിനെ ഒരേ പൊതുവായിട്ടുള്ള രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ. നമ്മൾ ഓർക്കണം, ഇതിനെപ്പറ്റി ധാരണയുള്ള ധാരാളം ഉദ്യോഗാർത്ഥികൾ നമുക്ക് ചുറ്റും ഉള്ളത് കൊണ്ട് തന്നെ അവർ ഇതിനോടകം തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മളത് മനസ്സിലാക്കാതെ പോയാൽ നമുക്ക് ഒരിക്കലും അവരോട് കോമ്പീറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റില്ല. അതിന് ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ പറ്റുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു പരീക്ഷ ലക്ഷ്യം വെച്ച് തയ്യാറെടുത്ത് തുടങ്ങണം. അതായത് പൊതുവായിട്ടുള്ള എക്സാമിനേഷനെ വെച്ച് നോക്കുമ്പോൾ മത്സരം കുറവും, എന്നാൽ ടെക്നിക്കൽ PSCയുടെ മറ്റ് എക്സാമുകളെ വെച്ച് മത്സരത്തിന്റെ തോത് കൂടുതലുമുള്ളൊരു പരീക്ഷയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മളിതിനെ കൺസിഡർ ചെയ്യാൻ. അന്ന് എക്സാമിനേഷൻ വന്ന കട്ട് ഓഫ് മാർക്ക് 63 മാർക്കായിരുന്നു, മാക്സിമം മാർക്ക് 86 ആയിരുന്നു. അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ടുന്ന മാർക്ക് 86 എന്നൊരു മാർക്കാണ്. നമ്മളെപ്പോഴും പരീക്ഷയ്ക്ക് അന്ന് വന്ന മാക്സിമം മാർക്കാണ്. ഒരു മോഡറേറ്റ് ലെവൽ എക്സാമിനേഷന് 86 മാർക്ക് വന്നാൽ ഒരു ഡിഫിക്കൽട്ടി ലെവലിൽ ഈ ഒരു എക്സാമിനേഷൻ്റെ മാർക്ക് 5 മാർക്ക് കുറയാം, അല്ലെങ്കിൽ ഈസി ആണെങ്കിൽ ഒരു 10 മാർക്ക് കൂടെ കൂടാം. ഈ ഒരു മാനദണ്ഡത്തിൽ നമ്മൾ എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്ത് മുമ്പോട്ട് പോവുക. എങ്കിൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന പരീക്ഷയ്ക്ക് നല്ല മാർക്കോടുകൂടി ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനെന്ത് വേണം? അതിന് സ്വാഭാവികമായിട്ടും നമ്മൾ സിലബസ് അറിയണം, സിലബസ് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പഠിക്കണം, അതിൻ്റെ വെയിറ്റേജ് അറിഞ്ഞ് പഠിക്കണം. ഒപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യണം. മുൻവർഷ ചോദ്യ പേപ്പറുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്യണം, മോഡൽ ക്വസ്റ്റ്യനുകൾ വർക്കൗട്ട് ചെയ്യണം. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, ഏതൊരു പരീക്ഷ ക്രാക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളും സംസ്ഥാന തലത്തിൽ നടത്തുന്ന എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയൊക്കെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ടായിരിക്കും ക്രാക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ഉദ്യോഗാർത്ഥിയോട് സാധാരണഗതിയിൽ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പൺ സോഴ്സുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോയി എഴുതിയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു കൂട്ടം ആൾക്കാരുടെ കളക്റ്റീവായ എഫർട്ടിന്റെ ഫലമായിട്ടാണ് പലപ്പോഴും നമ്മളെപ്പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനുകളും ബാക്കിയുള്ളതും ഒക്കെ പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ നിലവാരം നിങ്ങൾ പ്രിപ്പയർ എത്തുമ്പോൾ നിങ്ങളുടെ നിലവാരവും ഉയരുന്നു എന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പരീക്ഷ വളരെ എളുപ്പമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മറക്കാതെ നിങ്ങൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് ഇപ്പോൾ തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു തുടങ്ങും. എങ്കിൽ മാത്രമേ നമുക്ക് മത്സര പരീക്ഷയിൽ ഒരു 86 അല്ലെങ്കിൽ 80 മുകളിലുള്ള ഒരു നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റുമായിരിക്കും. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് കൊണ്ട് നമുക്ക് ജോലി കിട്ടില്ല. ഇനി ഈ പോസ്റ്റിലേക്ക് പോകുമ്പോൾ 60 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഈ ഒരു 60 പേർക്ക് അഡ്വൈസ് പോയപ്പോൾ ഇനിയും അഡ്വൈസ് പോകാൻ ബാക്കിയുണ്ട് എന്ന് നമ്മൾ കണക്കാക്കണം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ അഡ്വൈസ് പോയൊരു നമ്പറിൽ തന്നെ വരണം. അതിൽ തന്നെ എപ്പോഴും ആദ്യത്തെ നമ്പറിലാവണം. കാരണം ആദ്യം നമുക്ക് ജോലി കിട്ടിയാൽ പ്രൊമോഷനും അതുപോലെ കിട്ടും. അതായത് ഒരേ റാങ്ക് ലിസ്റ്റിൽ ആദ്യം വരുന്ന 1ാം റാങ്കുകാരൻ്റെ പ്രൊമോഷൻ കരിയറിൽ കിട്ടിയെങ്കിൽ മാത്രമേ 2ാം റാങ്കുകാരനും കിട്ടുകയുള്ളൂ. പ്രത്യേകിച്ചും നിയമനങ്ങൾക്ക് 3-4 മാസത്തേക്ക് ഇടവേളകളുണ്ടെങ്കിൽ ചിലപ്പോൾ 1 വർഷത്തേക്ക് ഇടവേളകൾ സൃഷ്ടിക്കപ്പെടും. ഇത് 1-2 വർഷത്തെ സർവീസിനെ തന്നെയായിരിക്കും ഇവരെ ഡിനോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തയ്യാറെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഇവിടെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് നോക്കാം. മെയിൻ ലിസ്റ്റിൽ അത് 247 ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങേണ്ടുന്ന ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇനി വൈകിയ നേരമാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെയധികം ടെൻഷൻ ഇടേണ്ടി വരും, കൂടുതൽ എഫർട്ട് ഇടേണ്ടി വരും. അതൊരു വലിയ ഒരു മനസ്സിന് സമാധാനമില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. അതേസമയം ഇപ്പോൾ തന്നെ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റഡി ആൻഡ് സ്റ്റേബിൾ ആയിട്ട് ഈ ഒരു എക്സാമിനേഷനെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നല്ല മാർക്കിൽ നല്ല റാങ്കിൽ ഒരു ലാൻഡിങ്ങും സാധ്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.